അമൃത ടി.വി. കുടുംബാംഗങ്ങൾക്കായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൊച്ചി കടവന്ത്രയിൽ നടന്ന മത്സരങ്ങൾ റീജിയണൽ സ്പോർട്സ് സെന്റർ സെക്രട്ടറി SAS നവാസ് ഉദ്ഘാടനം ചെയ്തു. 5 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരങ്ങൾ. ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യപൂർണമായ ജീവിതം എന്നതാണ് ടൂർണമെന്റിന്റെ പ്രധാന ലക്ഷ്യം. 2 മാസം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് അമൃത ടി.വിയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ജീവനക്കാർ ബാഡ്മിന്റൺ കളത്തിൽ മത്സരങ്ങൾക്കായി ഇറങ്ങിയത്. മികച്ച ആരോഗ്യം എന്ന ലക്ഷ്യത്തിനൊപ്പം ടീം സ്പിരിറ്റ്, നേതൃപാടവം തുടങ്ങിയവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും സ്പോർട്സ് ടൂർണമെന്റിനുണ്ട്. ഇതെല്ലാം ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും ഒക്കെ നിലനിർത്താനും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയും ഒക്കെ നിലനിർത്താനും വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. മെൻസ് സിംഗിൾസിൽ ബിജുമോൻ പപ്പൻ വിജയിയായി. ഗിരീഷ് KS ആണ് റണ്ണറപ്പ്. മെൻസ് ഡബിൾസ് വിഭാഗത്തിൽ ബിജുമോൻ പപ്പൻ, അനോജ് കൂട്ടുകെട്ട് കിരീടം നേടി. രാഹുൽ പണിക്കർ, ഷാലു എന്നിവരുടെ ടീമാണ് റണ്ണേഴ്സ് അപ്പ്. വിമൻസ് സിംഗിൾസിൽ ശ്രീലക്ഷ്മി വിജയിയും ശില്പ റണ്ണറപ്പുമായി. വിമൻസ് ഡബിൾസിൽ ശ്രുതി, ലക്ഷ്മി എന്നിവരാണ് വിജയികൾ. ആനി, ശില്പ കൂട്ടുകെട്ട് റണ്ണേഴ്സ് അപ്പായി. മിക്സഡ് ഡബിൾസിൽ ബിജുമോൻ പപ്പൻ, രേഷ്മ ടീമാണ് ഒന്നാമതെത്തിയത്. ഗിരീഷ് KS, ശ്രുതി ടീമാണ് റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 3 വർഷമായി അമൃത ടി.വി. ജീവനക്കാർക്കായി ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. മെന്റൽ സ്ട്രെസ് റിലീഫിനും ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ ഒരു ഗെയിം നമ്മൾ അമൃത ടി.വി. സ്റ്റാഫിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ടൂർണമെന്റിന്റെ ആദ്യ മത്സരമാണ് കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടത്തിയത്. ഇവിടെ ഞങ്ങൾക്ക് 34 ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബാഡ്മിൻ്റനാണ്. നമ്മുടെ സ്പോർട്സ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തീം തന്നെ സ്പോർട്സ് ഫോർ ഹെൽത്ത്, റിക്രിയേഷൻ ആൻഡ് കോമ്പറ്റീഷനാണ്. ഞങ്ങൾ കോമ്പറ്റീഷൻ അവസാനം പറഞ്ഞിട്ടുള്ളൂ. ഹെൽത്ത് നിന്നാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ഏത് സ്പോർട്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരോഗ്യം എന്തായാലും താനെ വയ്ക്കും. കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ അസോസിയേഷനിൽ നിന്നുള്ള പ്രൊഫഷണൽ അമ്പയർമാരാണ് കളി നിയന്ത്രിച്ചത്. ആരോഗ്യം സർവ്വധനാൽ പ്രാധാന്യമെന്നാണ്. അപ്പോൾ ആരോഗ്യത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ജോലിയോ വേറെ ഒരു കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ജനറേഷൻ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലായിരുന്നു മത്സരങ്ങൾ. ഡിസംബർ 4-ന് തിരുവനന്തപുരത്തും മത്സരങ്ങളുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.